മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും അതിനോട് അനുബന്ധിച്ച് ആം ആദ്മി ഓഫീസിലേക്ക് റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധത്താൽ തലസ്ഥാന നഗരി കത്തിജ്വലിക്കുകയാണ്. ആം ആദ്മി പ്രവർത്തകരുടെ അതിശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഈ അടുത്തൊന്നും രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ചെറുത്തുനിൽപ്പാണ് നടക്കുന്നത്. ഇത് മതേതര ഭാരതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമാത്രമല്ല, ഏകാധിപത്യ പ്രവണതയുമായി കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു തേർവാഴ്ചയും ഇവിടെ കാണാം. കെജ്രിവാളിനെയും സംഘത്തെയും അറസ്റ്റ് ചെയ്യുക, കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെ അപ്രസക്തമാക്കുക, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക വഴി ആം ആദ്മി പാർട്ടിയുടെ എല്ലാ രീതിയിലുള്ള ജനകീയ അടിത്തറയും മുക്കുക എന്നുള്ള ഒരു ദിവാസ്വപ്നമായാണ് കേന്ദ്ര സർക്കാർ നിരത്തിലേക്ക് ഈ അന്വേഷണ ഏജൻസികളെ പറഞ്ഞു വിടുന്നതെന്നുള്ളത് വ്യക്തമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഈ നാടകമൊന്നും ഒരിക്കലും ജനാധിപത്യ ഇന്ത്യയിൽ അധിക നാൾ വാഴില്ല എന്നുള്ള കാര്യം അഷിതി അടക്കമുള്ള ആം ആദ്മി നേതാക്കൾ എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നു. കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കെജ്രിവാളിൻ്റെ സംഘത്തിലുള്ള എല്ലാവരെയും, ആ മന്ത്രിസഭയെ തന്നെ അപ്രസക്തമാക്കാനുള്ള തീരുമാനവുമായാണ് ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നൊരു കാഴ്ചയാണ്. നമുക്കറിയാം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിർണായക നീക്കം നടത്തിയിരുന്നു. രാത്രി അറസ്റ്റ് ചെയ്യുന്നു. ഡൽഹി പ്രക്ഷുബ്ധമാവുന്ന ഒരു കാഴ്ച. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ തോതിൽ സമര പോരാട്ടങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് പെടാപ്പാട് വിടുകയാണ്. കാരണം അത്രയേറെ ജനകീയത കെജ്രിവാളിനോട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ മുന്നണിയിൽ അവർ ഒരു സഖ്യമാണ്. അതുകൂടിയാകുമ്പോൾ തീർച്ചയായും കോൺഗ്രസ്സിന് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. ദേശീയ തലത്തിൽ നിരവധി മുഖ്യമന്ത്രിമാരെ എൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെ കൃത്യമായും അറസ്റ്റ് ചെയ്ത് അവരെ അപ്രസക്തമാക്കി അതുവഴി കേന്ദ്രത്തിന് പരമാവധി സഹായം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തു കൊടുക്കാം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് ഇവിടെ നടക്കുന്നത്. അത് പക്ഷേ ഒരിക്കലും ചിലവാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയം എന്നത് ഇപ്പോൾ ജനാധിപത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട്, ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഇന്ത്യ അലയൻസിൽ സുപ്രധാനമായ പങ്ക് വഹിക്കാൻ വേണ്ടി നിരവധി സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം, അവിടെ ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനുള്ള ആം ആദ്മിയുടെ ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമാവുകയാണ്. ഡൽഹിയിൽ പുതിയൊരു മുഖ്യമന്ത്രി എന്തായാലും വന്നേ തീരൂ എന്ന രീതിയിലേക്ക് വരുമ്പോൾ, നേരത്തെ BJP കെജ്രിവാളിൻ്റെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ രാഷ്ട്രീയ നാടകം എങ്ങനെയായിരിക്കും അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ കഴിയുകയുള്ളൂ.